വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുകയാണ്. വൈകിട്ട് 6 മണി വരെയാണ് സമരം. GST വകുപ്പിന്റെ അനാവശ്യ പിഴ, പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിലുള്ള പിഴ, വ്യാപാര ലൈസൻസ് പുതുക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയവയ്ക്കെതിരെയാണ് പ്രതിഷേധം. കോഴിക്കോട് നിന്ന് റിയാസ് KMR ചേരുന്നു. റിയാസ്, കോഴിക്കോട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു ശക്തി കേന്ദ്രമാണല്ലോ. എങ്ങനെയാണ് അവിടെ പണിമുടക്ക്, ഇവരുടെ കടയടപ്പ് സമരം പുരോഗമിക്കുന്നത്? ഈ വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് എന്തെങ്കിലും രീതിയിലുള്ള പ്രതിഷേധ പ്രചരണ പരിപാടികൾ അവിടെ വ്യാപാരി വ്യവസായ സംഘടന നടത്തുന്നുണ്ടോ? തീർച്ചയായും ലിബീഷ് പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം കേരളത്തിൽ ഏറ്റവും ശക്തമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ശക്തമായ യൂണിറ്റുകളും പ്രവർത്തകരുമുള്ള ഇടമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതിന്റെ രൂപീകരണം പോലും കോഴിക്കോടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യം. മിഠായി തെരുവ്, ഒപ്പം തന്നെ പാളയം, കോഴിക്കോട് നഗരത്തിന്റെ മറ്റു ഭാഗങ്ങൾ, അതായത് മലബാറിന്റെ തന്നെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രങ്ങൾ നിലനിൽക്കുന്ന പ്രദേശം കൂടിയാണ് കോഴിക്കോട് നഗരം. അവിടെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്ന് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കടയെടുപ്പിന്റെ ഭാഗമായുള്ള സമരവും നടക്കുന്നത്. മുഴുവൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ മുഴുവൻ കടകളും അടച്ചിട്ട ഒരു സ്ഥിതിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതും അത്തരം ഒരു അടച്ചിട്ട കടയ്ക്ക് മുൻപിലാണ് എന്നുള്ളതാണ് ഒരു വസ്തുത ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ വളരെ ശക്തമായ രീതിയിലാണ് സമരം നടക്കുന്നത്. പ്രത്യേകിച്ച് ട്രേഡ് ലൈസൻസിന്റെ ഫീസും ലീഗൽ മെട്രോളജിയുമായി ബന്ധപ്പെട്ട ഫീസുമെല്ലാം വർദ്ധിപ്പിച്ച ഒരു സാഹചര്യം. GSTയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് വ്യാപാരികൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനം, ഒപ്പം തന്നെ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേര് പറഞ്ഞ് പലപ്പോഴായി ഉള്ള റെയ്ഡുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വ്യാപാരികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും ഇതിനൊക്കെ എല്ലാം എതിരായുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി കടയടപ്പ് സമരം നടക്കുന്നത്. ഒപ്പം തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അതും ഇന്നത്തെ കടയടപ്പ് സമരത്തിന്റെ മറ്റൊരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് സമരം നടക്കുന്നതിനാൽ കോഴിക്കോട് മുഴുവൻ വ്യാപാരി വ്യവസായി നേതാക്കളും തിരുവനന്തപുരത്താണ് ഉള്ളത്. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര അടക്കമുള്ള ആളുകൾ, മറ്റ് കോഴിക്കോട് നിന്നുള്ള സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ എല്ലാവരും ഉള്ളത് തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ പ്രതിഷേധം കടയടച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ്. മറ്റ് അതിന്റെ അനുബന്ധമായ പ്രതിഷേധങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ യാത്രയുടെ ഭാഗമായി നടന്നിരുന്നു എന്നുള്ളതാണ്. ഇന്ന് തിരുവനന്തപുരത്ത് ആ സമ്മേളനത്തിൽ വ്യാപാരികളുടെ ശക്തി അറിയിക്കുക എന്നൊരു ദൗത്യം കൂടി, ഒരു ലക്ഷ്യം കൂടി വ്യാപാരികൾക്കുണ്ട് ലിബീഷ്.